പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 24ാമത്തെ ക്ലാസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വീക്ക്ലി ടാസ്കിന്റെയും വീഡിയോ ടാസ്കിന്റെയും എക്സാം നടത്തുകയാണ്. 104ഓളം ക്വസ്റ്റ്യൻസ് വീക്ക്ലി ടാസ്കിലും തന്നിരുന്നു. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ ജോഗ്രഫിയിലെ ആറാമത്തെ പാർട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തന്നിരുന്നു. അപ്പൊ ഇതിന്റെ എക്സാം ആണ് ഇന്ന് നടക്കുന്നത്. അതുപോലെ തന്നെ PSCയുടെ പുതിയ നോട്ടീസ് വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അതായത് എക്സാം, നമ്മുടെ പ്രിലിംസ് എക്സാം ഡിസംബറിൽ ഉണ്ടാവില്ല, ഫെബ്രുവരിയിലാണ് ഉണ്ടാകുക എന്നാണ് പുതിയ നോട്ടീസിൽ പറയുന്നത്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് ഫെബ്രുവരി ലക്ഷ്യമിട്ടിട്ടല്ല പഠിക്കേണ്ടത്, ഡിസംബർ ലക്ഷ്യമിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഡിസംബർ ലക്ഷ്യമിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് റിവിഷൻ ചെയ്ത് എല്ലാം സ്ട്രോങ് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? എല്ലാം പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഡിസംബർ ലക്ഷ്യമിട്ട് പഠിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെബ്സൈറ്റ് എന്നുള്ള ഒരു സൗകര്യം വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അത് പരമാവധി യൂസ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ഉറപ്പിച്ചു വെക്കുക. കുറച്ചുകൂടെ ടൈം നമുക്ക് കിട്ടിയോണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സിലബസ് കുറച്ച് ഡീപ്പായിട്ട് തന്നെ പോയി പഠിക്കാനുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ SCRTയും മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഡീപ്പായിട്ട് തന്നെ പോകാം. കാരണം അഥവാ എക്സാം കുറച്ച് ടഫ് ആണെങ്കിൽ പോലും നമുക്ക് പാസ്സാവുന്ന രീതിയിൽ തന്നെ പഠിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാരണം ഒരു പ്രാവശ്യം കേട്ടാലോ 2 പ്രാവശ്യം കേട്ടാലോ ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല. ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതി നോക്കുക, ആൻസർ എഴുതി നോക്കുക. എന്നിട്ട് എത്ര മാർക്ക് കിട്ടുമെന്ന് നോക്കുക. ഓക്കെ, ആൻസർ ഞാൻ ലാസ്റ്റ് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. ഓപ്ഷൻസ് വായിക്കുന്നില്ല. ഓപ്ഷൻസ് വായിച്ച് നിങ്ങൾ തന്നെ ആൻസർ കണ്ടെത്തുക. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നാണ് ചോദിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ്. മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദി. മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നോക്കാം. സൈലന്റ് വാലി ദേശീയോദ്യാനം രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്ത വർഷം. സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. വർഷം ഏതാണെന്നാണ് ചോദിച്ചത്. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ RBI പുറത്തിറക്കി തുടങ്ങിയ വർഷം. മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ RBI പുറത്തിറക്കി തുടങ്ങിയ വർഷം ഏതാണെന്നാണ് ചോദിച്ചത്. ആറാമത്തെ ക്വസ്റ്റ്യൻ. ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം. ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏതാണെന്നാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. എട്ടാമത്തത്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത് എപ്പോൾ എന്നാണ്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ച ഡേറ്റ് ആണ് ചോദിച്ചത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തതാര്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തതാര്. പത്താമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ കറൻസി നോട്ടിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഇന്ത്യൻ കറൻസി നോട്ടിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 11. ഇന്ത്യയിൽ നോട്ട് നിരോധനം അവസാനമായി നടപ്പിലാക്കിയത് എപ്പോൾ. ഇന്ത്യയിൽ നോട്ട് നിരോധനം അവസാനമായി നടപ്പിലാക്കിയ ഡേറ്റ് ചോദിച്ചത്. 12. ഇന്ത്യയിൽ 50ാമത് ആയി നിലവിൽ വന്ന ടൈഗർ റിസർവ്. ഇന്ത്യയിൽ 50ാമതായിട്ട് നിലവിൽ വന്ന ടൈഗർ റിസർവ് ആണ് ചോദിച്ചത്. 13ാമത്തെ ക്വസ്റ്റ്യൻ. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം. 14ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല. കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല. 15. കേരളത്തിലെ ഏറ്റവും കുറവ് വനമുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കുറവ് വനമുള്ള ജില്ലയാണ് ചോദിച്ചത്. 16. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം. 16. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ചോദിച്ചത്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ലോക വനദിനം എപ്പോഴാണെന്നാണ്. ലോക വനദിനം എപ്പോഴാണെന്നാണ് 17ാമത്തെ ക്വസ്റ്റ്യൻ. 18. കയ്യൂർ സമരം നടന്ന വർഷം. 18. കയ്യൂർ സമരം നടന്ന വർഷമാണ് ചോദിച്ചത്. 19. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 25ാമത് ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 25ാമത് ഗവർണർ ആരാണെന്നാണ് ചോദിച്ചത്. റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എപ്പോൾ എന്നാണ് 20ാമത്തെ ക്വസ്റ്റ്യൻ. റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എപ്പോൾ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത് എന്നാണ് 21ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത്. 22ാമത്തെ ക്വസ്റ്റ്യൻ. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതെന്നാണ് 22ാമത്തെ ക്വസ്റ്റ്യൻ. 23ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ
വന്യജീവി സങ്കേതം ഏതെന്നാണ് 23ാമത്തെ ക്വസ്റ്റ്യൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം. ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏത് എന്നാണ് 24ാമത്തെ ക്വസ്റ്റ്യൻ. 25ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം ഏതെന്നാണ് 25ാമത്തെ ക്വസ്റ്റ്യൻ. 26ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് തുറമുഖം. ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് തുറമുഖം ഏതെന്നാണ് 26ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം ഏതെന്നാണ് 27ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം. 28ാമത്തെ ക്വസ്റ്റ്യൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകൃതമായ വർഷം ഏത്? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകൃതമായത് എപ്പോൾ എന്നാണ് 28ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 28 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇതിന്റെ ആൻസർ എഴുതുക. ഇതിന്റെ ആൻസർ എഴുതിയതിനു ശേഷം ബാക്കി തുടർന്ന് കാണാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ കുന്തിപ്പുഴ അല്ലെ, കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചാലിയാർ. ചാലിയാറാണ് നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദി. പാമ്പാർ. പാമ്പാറാണ് മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദി. നാലാമത്തേത് സൈലന്റ് വാലി ദേശീയോദ്യാനം രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചത്. ആൻസർ 1985. 1985 രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ RBI പുറത്തിറക്കി തുടങ്ങിയ വർഷം 1996 ആണ്. 1996 മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ RBI പുറത്തിറക്കി തുടങ്ങിയ വർഷം. നെക്സ്റ്റ് ആറാമതായി ചോദിച്ചത് ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷമാണ്. 1984 1984 ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. നെക്സ്റ്റ് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏതാണെന്നാണ് ചോദിച്ചത്. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ചത് രോഹിണിയാണ് അല്ലെ, രോഹിണിയാണ് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം. എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത് എപ്പോൾ? 2010 ജൂലൈ 15. 2010 ജൂലൈ 15. നെക്സ്റ്റ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആര് എന്നാണ് ചോദിച്ചത്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് D. ഉദയകുമാർ ആണ്. D. ഉദയകുമാർ. നെക്സ്റ്റ് ചോദ്യം ഇന്ത്യൻ കറൻസി നോട്ടിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ചോദിച്ചത്. 17 എന്നതാണ് ആൻസർ അല്ലെ. 10ാമത്തെ ആൻസർ 17. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നോട്ട് നിരോധനം അവസാനമായി നടപ്പിലാക്കിയത് ഏത് വർഷമാണ്? 2016 നവംബർ 8. 2016 നവംബർ 8. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ 50ാമതായി നിലവിൽ വന്ന ടൈഗർ റിസർവ് ഏതാണ്? കാംലാങ് ആണ്. കാംലാങ് ആണ് 50ാമതായിട്ട് നിലവിൽ വന്ന ടൈഗർ റിസർവ്. 13ാമത്തെ ക്വസ്റ്റ്യൻ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യൻ സംസ്ഥാനം മിസോറാം ആണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത്. 14ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല ഏതാണ്? പത്തനംതിട്ട. കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല പത്തനംതിട്ട. 15 കേരളത്തിലെ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ഏതാണെന്നാണ് ചോദിച്ചത്. ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും കുറവ് വനമുള്ള ജില്ല. 16ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ചോദിച്ചത്. ജമ്മു കാശ്മീർ ആണ്. ഓക്കെ, ജമ്മു കാശ്മീർ ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം. 17ാമത്തെ ക്വസ്റ്റ്യൻ ലോക വനദിനം എപ്പോഴെന്നാണ്? ലോക വനദിനം മാർച്ച് 21. ഓക്കെ, മാർച്ച് 21 ലോക വനദിനം. 18ാമത്തെ ക്വസ്റ്റ്യൻ കയ്യൂർ സമരം നടന്ന വർഷം. കയ്യൂർ സമരം നടന്ന വർഷം 1941. 1941 കയ്യൂർ സമരം നടന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 25ാമത്തെ ഗവർണറാണ് ചോദിച്ചത്. ശക്തികാന്ത് ദാസ് ആണ്. ശക്തികാന്ത് ദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 25ാമത്തെ ഗവർണർ. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എപ്പോഴെന്നാണ് ചോദിച്ചത്. 1935 ഏപ്രിൽ 1. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതെന്നാണ് 21ാമത്തെ ചോദ്യം. ആൻസർ നെയ്യാർ. നെയ്യാറാണ് കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ളത്. വടക്കേ അറ്റമാണ് ചോദിച്ചതെങ്കിൽ ആറളമാണ്. ആറളം കണ്ണൂർ ജില്ലയിലാണ്. ഓക്കെ, നെക്സ്റ്റ് 22ാമത്തെ ചോദ്യം തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചെന്തുരുണിയാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം. 23ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതെന്നാണ്? ആൻസർ
പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. 24ാമത്തെ ക്വസ്റ്റ്യൻ, ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1984. 1984 ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം ഏതെന്നാണ്? പിപ്പാവാവാണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം. ഏതാണ്? പിപ്പാവാവ്. 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് തുറമുഖം ഏതെന്നാണ് ചോദിച്ചത്. ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് തുറമുഖം എണ്ണൂരാണ് ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് തുറമുഖം. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം ഏതെന്നാണ് ചോദിച്ചത്. കാൺലയാണ്. ഈ ലാ വേണ്ട. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം ഏതെന്നാണ് ചോദിച്ചാൽ കാൺലയാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകൃതമായത് എപ്പോൾ എന്നാണ് 28ാമതായിട്ട് ചോദിച്ചത്. 1995 ഏപ്രിൽ 1 1995 ഏപ്രിൽ 1 എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകൃതമായത്. അപ്പോൾ 28 ക്വസ്റ്റ്യൻസിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള വീഡിയോ ടാസ്ക് പോർട്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ജോഗ്രഫി പ്ലേലിസ്റ്റിൽ വരുന്ന വീഡിയോ ആണ്. അതാണ് നിങ്ങൾ നാളത്തേക്ക് പഠിക്കേണ്ടത്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതാണ് നിങ്ങൾ നാളത്തേക്ക് പഠിച്ചു വെക്കേണ്ടത്. നാളെ എക്സാം നടത്തില്ല, പക്ഷെ നാളത്തേക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം മറ്റന്നാൾ മറ്റൊരു വീഡിയോ പഠിക്കാൻ വേണ്ടി തരും. എല്ലാത്തിൻ്റെയും കൂടെ എക്സാം നമുക്ക് നെക്സ്റ്റ് വീക്ക് നടത്താം. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പഠിക്കുക. ഡിസംബർ ആകുമ്പോഴേക്ക് തന്നെ നമ്മുടെ സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മാത്സ് നിങ്ങൾ പഠിക്കണം. മാത്സിന് വേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും കുറച്ച് ടൈമെങ്കിലും മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്